ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളും കൊണ്ട് തന്നെയാണ് കേട്ടോ. ചിക്കൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല അല്ലേ? ഒരുമാതിരിപ്പെട്ട എല്ലാവരും കഴിക്കുന്ന ഒരു നോൺ വെജ് വിഭവമാണ് ചിക്കൻ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം, പിന്നെ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നാട്ടുവൈദ്യമുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ടിപ്സുകളിലേക്ക് പോവാം. ആദ്യമേ തന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. ക്ലീൻ ചെയ്യുമ്പം ആ ചിക്കൻ്റെ പുറത്ത് ഇതുപോലെ ആ കഷ്ണങ്ങളുടെ പുറഭാഗത്തായിട്ട് ഇതുപോലെ ഒരു പാട പോലത്തെ സംഭവം കാണും. അത് മാറ്റിയതിന് ശേഷം വേണം കേട്ടോ നമുക്ക് ചിക്കൻ കറി വയ്ക്കാനാണെങ്കിലോ അല്ലെങ്കിൽ വറുക്കാനാണെങ്കിലോ ഒക്കെ എടുക്കാൻ പാടുള്ളൂ. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. നമ്മളുടെ ആ ഒരു ചിക്കൻ ടേസ്റ്റ് തന്നെ മാറിപ്പോവും, കറിയുടെ തന്നെ. ഹോർമോണിൻ്റെയൊക്കെ പ്രശ്നം, ഈ ചിക്കനൊക്കെ നമുക്ക് ഒരുപാട് ഹോർമോണൊക്കെ ഉപയോഗിച്ചാണല്ലോ അവരുണ്ടാക്കുന്നത്. ആ ഒരു സമയത്തെ അതിൻ്റെ ദൂഷ്യവശങ്ങൾ കുറച്ചെങ്കിലും കുറയ്ക്കാനായിട്ട് ഈ ഒരു ടിപ്പ് നമ്മളെ സഹായിക്കും കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തോളൂ. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണേ. അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ വാങ്ങിക്കുമ്പോഴത്തേനും അതിൻ്റെ ചെറിയ ചെറിയ പാർട്സുകളൊക്കെ നമ്മൾ എടുത്ത് വൃത്തിയാക്കാറില്ല. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴിയുടെ ആണെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് കഴുകിയതിന് ശേഷം കറി വയ്ക്കാം. ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമുക്ക് ചിക്കൻ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ ഒരു പാർട്സ് ആണല്ലോ ഇത്. അതും നിങ്ങൾ സെപ്പറേറ്റ് എടുത്ത് കഴുകിയതിന് ശേഷം വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇത് അവർ തരുമ്പം അത്ര നന്നായിട്ട് ക്ലീനൊന്നും ആകാറില്ല. നമ്മളിത് പ്രത്യേകിച്ച് അതെടുത്ത് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്കി ടിപ്പുകളിലേക്ക് പോവാം. ഇനി നമുക്ക് ചിക്കൻ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മളുടെ ചിക്കൻ മൂടി കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. നമ്മളുടെ ചിക്കൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ആപ്പിൾ സൈഡർ വിനീഗർ. അപ്പോൾ ഞാൻ ആപ്പിൾ സൈഡർ വിനീഗർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് സിന്തറ്റിക് വിനാഗിരി ആണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഒത്തിരി ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ജസ്റ്റ് 1 ടീസ്പൂണൊക്കെ മതിയാകും. നമ്മളിപ്പോൾ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിന് 1 ടീസ്പൂണൊക്കെ നമുക്ക് ധാരാളം മതിയാകും കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് പോകാൻ വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ആപ്പിൾ സൈഡർ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളുടെ സിന്തറ്റിക് വിനാഗിരിയേക്കാളും കുറച്ചും കൂടി ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താൻ നല്ലത് ആപ്പിൾ സൈഡർ വിനീഗറാണ്. നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയോളൂ, നല്ലതാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ കഴുകുന്ന പോലെ തന്നെ നല്ല രീതിയിൽ കഴുകിയെടുക്കാം. അതിൻ്റെ ആ ഒരു ഇറച്ചിയിൽ നിന്ന് വരുന്ന എല്ലാ അഴുക്കുകളും നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും ഈ ഒരു ആപ്പിൾ സൈഡർ വിനീഗർ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ചിക്കൻ കഴുകി ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെക്കുന്ന സമയത്ത് നമുക്കിനിയും ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത് ചിക്കന്. അതായത് നോൺ വെജ് വിഭവങ്ങൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത് നമ്മൾ ഫ്രീസറിലാണ്. ആ സമയത്ത് നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാണ് നമ്മൾ ഈ ചിക്കൻ എടുക്കുന്നതെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ പറ്റിയ കുറച്ച് ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. നിങ്ങളുടെ അടുത്ത് സാധാരണ മുളക് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പം നമ്മൾ കറി വെക്കുമ്പോൾ ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കുമല്ലോ. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് നമ്മളുടെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ച് നോക്കാം. വലിയ കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം കിച്ചൺ ട്രഷേഴ്സിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. അതും 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെപ്പർ പൗഡറാണ്. കുരുമുളക് പൊടി ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ തൊട്ട് 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഈ ഒരു പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ചിക്കൻ എത്ര ദിവസം കഴിഞ്ഞെടുത്താലും നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളും. നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കറി വയ്ക്കാനായിട്ട് സാധിക്കും. ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുക. ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് കറി വയ്ക്കാനായിട്ട് എല്ലാം റെഡി ആയതിന് ശേഷം നമുക്ക് ഒന്ന് തണുപ്പ് കുറച്ചതിന് ശേഷം നമ്മളുടെ ചിക്കൻ കഷ്ണങ്ങളിട്ട് നമുക്ക് നല്ല രീതിയിൽ കറി വെച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറി കൂട്ടാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയോളൂ. നല്ലൊരു രുചിയായിരിക്കും നമ്മളുടെ കറിക്കൊക്കെ കേട്ടോ.
ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങാനീരും കൂടി ചേർക്കാം കേട്ടോ. ഞാനിവിടെ നാരങ്ങാനീര് ചേർത്തല്ല സൂക്ഷിക്കാറുള്ളത്. ചിലവരൊക്കെ നാരങ്ങാനീര് ചേർത്തും ചെയ്യാറുണ്ട്. എൻ്റെ ആൻറ്റിയൊക്കെ നാരങ്ങാനീര് ചേർത്ത് എടുത്ത് വയ്ക്കാറുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാളും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നാരങ്ങാനീര് ചേർക്കാതിരിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ടിപ്പാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആകും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ടിപ്പിലേക്ക് പോകാം. അതെന്ന് പറയുന്നത് നമ്മളുടെ വീടുകളിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന, ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു നാട്ടുവൈദ്യമാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ, നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ, അത് വാങ്ങിക്കുമ്പോൾ നെയ്യ് കിട്ടാറുണ്ടല്ലേ, ചിക്കൻ്റെ ആ ഒരു നെയ്യുണ്ടല്ലോ, അത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമ്മളുടെ നാടൻ കോഴിയുടെ ആണെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മളുടെ ശരീരത്തുണ്ടാകുന്ന പൊള്ളലിനും കറുത്ത പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടും വളരെയധികം നല്ലതാണ്. വളരെ നല്ലൊരു ടിപ്പാണ്, നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. എല്ലാവരും അവരവരുടെ വീട്ടിൽ ഒരു കുപ്പിയിൽ കുറച്ചുണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നൊരു ടിപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ ആ ഒരു നെയ്യ് ഭാഗം മാത്രമാണ് കേട്ടോ ആവശ്യമുള്ളൂ. നമ്മൾ കോഴീനെയൊക്കെ വാങ്ങിക്കുമ്പം അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന കോഴീനെയൊക്കെ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നല്ല രീതിയിൽ പൊള്ളലിനൊക്കെ നല്ല രീതിയിൽ ആശ്വാസം കിട്ടും. എപ്പോഴെങ്കിലും നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അറിയാമല്ലോ, എപ്പോഴായാലും നമ്മുടെ കൈയൊക്കെ പൊള്ളാറുണ്ടല്ലേ, ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും കേട്ടോ. കുറച്ചുണ്ടാക്കി വെക്കുവാണെങ്കിൽ എത്ര വർഷം വേണമെങ്കിൽ കേടാവാതിരുന്നോളും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാനിവിടെ ഉണ്ടാക്കി വെച്ചത് ഏകദേശം ഒരു 3 വർഷത്തോളം ആയിട്ടുണ്ട്. എനിക്ക് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല, നല്ല രീതിയിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇത് ഒരുപാട് യൂസ്ഫുൾ ആകും. ഞാനിവിടെ അതിൻ്റെ നെയ്യുള്ള ഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, കഷ്ണമൊന്നും പാടില്ല. നെയ്യുള്ള ഭാഗം മാത്രം എന്താ ഇതുപോലെ ഒന്ന് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ പാനിലെ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ നെയ്യ് കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ മുൻകരുതലൊക്കെ എടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. പക്ഷേ ടിപ്പ് നല്ല സൂപ്പറാണ്. നല്ല രീതിയിൽ നമുക്ക് പൊള്ളലിനൊക്കെ നല്ല ആശ്വാസമാണ്. അതുപോലെ ചെറിയ ചെറിയ പാടുകളൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പാടുകളൊക്കെ മായാനും നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിതാ എല്ലാ പീസുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഉരുക്കി എടുക്കാം കേട്ടോ. അപ്പം നല്ല രീതിയിൽ അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്ന കാണാനായിട്ട് സാധിക്കും. നമ്മൾ ആ ചിക്കൻ്റെ നെയ്യാണ് കേട്ടോ, നെയ്യ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം ഇതുപോലെ ചെയ്ത് വെക്കുവാണെങ്കിൽ വർഷങ്ങളോളം ഇരുന്നോളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 വർഷത്തോളമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അതിന് യാതൊരു കേടും സംഭവിക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. എത്ര വർഷം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു നാടൻ കോഴീനെയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു കാര്യം. നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതാ ഞാനിവിടെ ഇതുപോലെ നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കട്ടെ. ഇപ്പോൾ കണ്ടോ, നമ്മളുടെ എണ്ണയൊക്കെ കൂടുതലായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ല രീതിയിൽ അതിനകത്ത് നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ നെയ്യ് നമുക്ക് മാക്സിമം കിട്ടിയെന്ന് തോന്നുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തണുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് നല്ല കുപ്പികളിൽ അടച്ച് സൂക്ഷിക്കുക. വളരെ നാൾ കേടുകൂടാതിരുന്നോളൂ കേട്ടോ. ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് റെഡിയാക്കി കഴിഞ്ഞിട്ട് അതിൽ കൈ തൊടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു സ്പൂണിലോ വല്ലതും കോരി എടുത്തതിന് ശേഷം വേണം കേട്ടോ നമുക്ക് എവിടെയാണോ നമ്മളുടെ ആവശ്യമുള്ള സ്ഥലം ആ ഒരു ഭാഗത്ത് നമുക്ക് തേച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ എപ്പോഴും കൈയൊക്കെ മുക്കുവാണെങ്കിൽ അത് ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ടാകും. അപ്പം ഞാൻ കണ്ടോ, ഇതെൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ വർഷമായിട്ടിരിക്കുന്ന ഒരു നെയ്യാണ്. ഞാനിത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴും നമുക്ക് ആവശ്യമില്ലല്ലോ, ആവശ്യമുള്ള സമയത്ത് നമുക്ക് വേഗം തന്നെ എടുത്ത് പുരട്ടി കൊടുക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് ഉപയോഗിക്കാം, മുതിർന്നവർക്ക് ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, 2-3 വർഷത്തോളമായി ഇതെൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് യാതൊരു പ്രശ്നവുമില്ല. നല്ല രീതിയിൽ ഇരിപ്പുണ്ട്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ കിട്ടിയപ്പോൾ അതിൻ്റെ നെയ്യുള്ളതുകൊണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പം വളരെ കുറച്ച് എമൗണ്ട് മതിയല്ലോ നമുക്കിത് ഉപയോഗിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല ടിപ്പുമായി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.